ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വഴിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ നാലാമത്തെ ആധ്യാത്മിക സംഘർഷത്തെ കുറിച്ച് പറഞ്ഞു. ഇവാനിയൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു മൈൽ സ്റ്റോണുകളാണ്, മൈൽ കുറ്റികളാണ് അത്. ഓരോ തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഉപയോഗിക്കുന്ന തലങ്ങളാണ്. ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇതിൽ തുടങ്ങി. പിന്നീട് ആ ഫലശൂന്യതയെക്കുറിച്ച് ഉള്ള ചിന്തകൾ, പിന്നെ നിരാകരിക്കപ്പെട്ട സാധ്യതകളും നമ്മളുടെ തീരുമാനവും, നാലാമതായിട്ട് എന്തിനെ മാറ്റണം, എന്തിനെ നിലനിർത്തണം എന്നതിൽ നിന്ന് ഉരുതിരിയുന്ന ആധ്യാത്മിക സംഘർഷം. So we put it in a simple sentences. In a first conflict we called I thoughts versus God's thought. Second one, fruitfulness versus fruitlessness. Third one, decision versus negated possibilities. Fourth one, change versus stability. ഈ 4 സംഘർഷങ്ങളെ പിതാവ് വളരെ ശക്തമായ രീതിയിൽ ആത്മാവിൻ്റെ പ്രചോദനത്താൽ സർമൗണ്ട് ചെയ്യുന്നത്, തൻ്റെ ലൈഫിൽ സർമൗണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്താണ് ദൈവചിന്ത, എൻ്റെ ചിന്തകളും ദൈവചിന്തകളും നേർക്കുനേർ വരുമ്പോൾ സംഘർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ചിന്തയിൽ ഇപ്പം നമ്മൾ 6 കാര്യങ്ങൾ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 6 കാര്യങ്ങൾ. 3 യേശുവിൻ്റെ പ്രലോഭനത്തിൻ്റെ ആ ടെക്സ്റ്റുകളിൽ നിന്ന്, അത് സന്യാസത്തിൻ്റെ അന്തർലീനമായ അല്ലെങ്കിൽ സന്യാസി കടന്നു പോകുന്ന ആ ശുദ്ധീകരണ പ്രക്രിയകൾ, തൻ്റെ ഇന്ദ്രിയങ്ങളുടെ, തൻ്റെ മനോഭാവങ്ങളുടെ, തങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ. അത് സമർപ്പിതർക്കോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർക്കോ അല്ല, യേശുവിനെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും യേശുവിൻ്റെ ചിന്തയായിട്ട്, ദൈവത്തിൻ്റെ ചിന്തയായിട്ട് റെസൊനേറ്റ് ചെയ്യണം. വേറെ 3 ചിന്തകൾ നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. അവയാണ് സംവാദം. ദൈവം ആരെയും ഇമ്പോസ് ചെയ്യുന്നില്ല, പക്ഷെ മറിച്ച് ദൈവം എപ്പോഴും സംവാദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. എക്സോഡസ് പുസ്തകം, പുറപ്പാടിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ മോസസ് ആയിട്ട് ദൈവം സംവാദിക്കുന്നത് ഇസ്രായേലിൻ്റെ പുരോഗതിയെക്കുറിച്ചും ഇസ്രായേലിൻ്റെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ വരുന്ന ഡിസ്കഷനുകൾ, ദാവീദ് രാജാവായിട്ടുള്ള സംവാദങ്ങളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സംവാദങ്ങളാണ്. ദൈവം മനുഷ്യനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല. ഈസ് എ സംയോഗി. ദൈവം വരുന്നു, അവരുടെ ദുഃഖങ്ങളെ ഞാൻ കണ്ടു, അവരുടെ വിഷമങ്ങൾ ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണത യേശുവിൽ നമുക്ക് കാണാൻ കഴിയും. യേശു നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മളെ പാപി എന്ന് പോലും വിളിക്കുന്നില്ല. ആ പാപിയെയും സ്നേഹിക്കുന്നവൻ, ആരെയും കോമ്പീറ്റ് ചെയ്ത് നീ മാറി നിൽക്കണം എന്ന് പറയാതെ, കുഷ്ഠരോഗി ആയിക്കോട്ടെ, അത് വ്യഭിചാരി ആയിക്കോട്ടെ, ഈ നെവർ സീസ് ദം ആസ് ഒപ്പണന്റ് അല്ലെങ്കിൽ എനിമികളായിട്ട് കാണാതെ അവരൊക്കെ സ്വന്തം കൂട്ടത്തിലേക്ക്, തൊഴുത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, അത് ഒറ്റപ്പെട്ട ആടായിക്കോട്ടെ, ഈ ബ്രിങ്സ് ദം ബാക്ക് സോ ദാറ്റ് നമുക്ക് ഒരു തൊഴുത്താവാം, നമുക്ക് സംയോഗിയാകാം എന്ന് പറയും. ഐസായൻ തിങ്കിങ് 11 ഐസായുടെ 11 പറയുന്ന ആ മലയിൽ, അവിടെ പാമ്പും തേളും പഴുതാരിയും മലമ്പാമ്പും സിംഹവും ആട്ടുംകുട്ടികളും ഒക്കെ ഒരുമിച്ച് മേയും എന്ന് പറയും. എന്നിട്ട് ആ മലയിൽ ആരും ആരെയും ക്ഷതം ഏൽപ്പിക്കുന്നില്ല, മുറിവേൽപ്പിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ അറിവ് സമുദ്രം എങ്ങനെയാണോ വെള്ളത്താൽ ആവൃതമായിരിക്കുന്നത്, അതുപോലെ ഈ മലയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ആവൃതമാകും. അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ സംവാദം, ആ ഒരു സംയോജിത
ആ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക. യേശു തൻ്റെ ജീവിതം കൊടുത്തു പോലും ആ പുതിയ ഉടമ്പടിയിലേക്ക്, അല്ലെങ്കിൽ വളരെ നിത്യജീവിതത്തിൻ്റെ ആ ഒരു സമ്പർക്കത്തിലേക്ക്, സ്വർഗീയ ആനന്ദത്തിലേക്കൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പം ഈ 6 കാര്യങ്ങളും പുനരൈക്യ, അല്ലെങ്കിൽ നമ്മൾ പുനരൈക്യപ്പെടുന്നതിന്, അല്ലെങ്കിൽ ആ റിഡംപ്റ്റീവ് കറക്ഷന് വേണ്ടിയിട്ട് ഈ 6 കാര്യങ്ങളായിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ അലൈൻ ചെയ്യണം. ഈ 6 കാര്യങ്ങളിൽ വരുന്ന തെറ്റുകൾ നമ്മളിൽ വിമുഖത സൃഷ്ടിക്കുകയും അനൈക്യങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പൊ തിരുത്തലുകൾ എവിടെ വരണം? തിരുത്തലുകൾ നമ്മളെ ദൈവചിന്തയ്ക്കൊപ്പം അനുരൂപരാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട വചന വെളിപ്പെടുത്തലുകളോട് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ, അതിനോട് ചേർക്കുമ്പോൾ നമ്മിലുള്ള അസത്യങ്ങൾ അല്ലെങ്കിൽ കെട്ടുകൾ അത് മാറിപ്പോകും. അപ്പോൾ ഇവാനിയൻ വേയുടെ തിങ്കിങ്ങിൽ വി ആർ നോട്ട് സേയിങ് ദാറ്റ് വി ആർ ബാഡ് പീപ്പിൾ ആൻഡ് സോ വി ഹാവ് ഗിൽറ്റ് ആൻഡ് സോ. നോ. ദൈവം നമ്മളെ സ്നേഹിക്കുകയും ദൈവം വളരെ ആഗ്രഹത്തോടുകൂടെ നമ്മൾ എപ്പോഴും വിളിക്കുന്നവനാണ്. ഈ കോൾസസ് തൻ്റെ ചിന്തകളായിട്ട് താതാത്മ്യപ്പെടാൻ, ദൈവ തിരുമനസ്സിനെ തിരിച്ചറിയാൻ. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയും. അപ്പോൾ എന്താണ്? അങ്ങനെ ദൈവത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അൾട്ടിമേറ്റ് ഫ്രൂട്ട്ഫുൾനെസ് വരുന്നത്. പക്ഷെ അവിടെ ഇപ്പം ഒരു കാര്യം പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്താണ് അൾട്ടിമേറ്റ് ഫ്രൂട്ട്ഫുൾനെസ്? അൾട്ടിമേറ്റ് ഫ്രൂട്ട്ഫുൾനെസ് ദാറ്റ് യു ബിക്കം ആൻ ഏജന്റ് ഓഫ് യൂണിറ്റി. അപ്പോൾ നമ്മുടെ ജീവിതം കട്ടപ്പുകയായോ അല്ലെങ്കിൽ അതിനെ കാറ്റിനെ പ്രസവിച്ചോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം വഴി ആ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഏരിയനെ ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ വഴി അവിടെ വലിയ വിഘടനങ്ങൾ സംഭവിച്ചോ? ആർ വി എ യുണൈറ്റിംഗ് പേഴ്സൺ? സോ വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ആ തീരുമാനങ്ങളും നിരാകരിക്കപ്പെട്ട സാധ്യതകളും. ഒരെണ്ണം ആ തീരുമാനത്തിൻ്റെ ഉള്ളിലുള്ളത് ശിക്ഷിത്വവും ദൈവചിന്തയ്ക്ക് അനുരൂപപ്പെട്ട ഒരു ജീവിതമാണ്. പക്ഷെ നൗ യു ആഡ് വൺ തിങ്. എന്തായിരുന്നു ആ തീരുമാനം? ദാറ്റ് ഐ ഷാൽ ഫോസ്റ്റർ യൂണിറ്റി. ദൈവത്തിൻ്റെ ആ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് തൻ്റെ ജീവിതത്തെ കൊടുത്ത യേശുവിനെ പോലെ, വാട്ട് ഈസ് മൈ ഡിസിഷൻ? ദാറ്റ് ഐ ഷാൽ ബിക്കം an ഏജന്റ് ഓഫ് യൂണിറ്റി. അപ്പോഴേ നമ്മുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതകളുടെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പം ആ തീരുമാനം ഇപ്പം മാറിക്കുകയാണ്. അത് വെറുതെ യേശുവിനെ സ്വീകരിക്കലോ, പാപത്തെ ഹനിച്ച് യേശുവിൻ്റെ അടുത്ത് രക്ഷ മേടിക്കലോ, ശിഷ്യനാകുന്നതോ, സ്വയം ശുദ്ധീകരണമോ അതൊന്നുമല്ല. ആ തീരുമാനത്തിൻ്റെ ആഴങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എലമെൻ്റ് ആണ് ദൈവസമ്പാദനം. അതിന് അനുരൂപനാകുക. സോ ഐ ഓൾസോ ബിക്കം ഈ വേൾഡിൽ ഏജന്റ് ഓഫ് യൂണിറ്റി, സിംബയോട്ടിക് ലൈഫ് എന്നൊക്കെ അതിനെ പറയും. അത് എല്ലാ ജീവജാലങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയും. നമ്മൾ ഒന്നിനെയായിട്ട് കോമ്പീറ്റ് ചെയ്യില്ല. ഇവൻ പ്രകൃതിയായിട്ട് പോലും നമ്മൾ കോമ്പീറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ ദൈവത്തെ സമ്പാദിച്ചു എന്ന് പറയാം. സോ യു ദെൻ മൂവ് അറൗണ്ട് ഇൻ ദിസ് വേൾഡ്, എല്ലാത്തിനെയും സമന്വയിപ്പിക്കുന്ന ഒരു വ്യക്തി. അതിനാണ് ഒത്തിരി മാറ്റങ്ങൾ വരുന്നത്. സോ എന്താണ് ആ അൾട്ടിമേറ്റ് വാല്യൂ, അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് സ്റ്റെബിലിറ്റി? ഒന്നിപ്പിക്കാൻ കഴിയുക. ഈ ലോകത്തിൽ എല്ലാത്തിനും ദാറ്റ് അൾട്ടിമേറ്റ് വാല്യൂ, ദാറ്റ് ഐ യുണൈറ്റ്. അതുകൊണ്ട് കുർബാനയോ അല്ലെങ്കിൽ സഭയോ ഒക്കെ ഈ കൂട്ടായ്മയുടെ ഇൻഗ്രീഡിയൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാക്രമെൻറ്റാലിറ്റി എന്നൊക്കെ പറയണേ. ബിക്കോസ് അത് ഒന്നിപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പം ആ ഒന്നിപ്പിക്കലിനെതിരെ നിൽക്കുന്ന നോമുകളെ മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റണം. ഇളകി നിൽക്കുന്നത് മാറ്റപ്പെടേണ്ടത് മാറ്റണം. പക്ഷേ ഇളകി നിൽക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും മാറ്റപ്പെടാത്തതാണ് ഒരു സന്യസ്ത, അല്ലെങ്കിൽ ഒരു സന്യസ്തൻ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ,
അല്ലെങ്കിൽ ഒരു വിശ്വാസി he goes against the unity of the church. You should think that. അപ്പോൾ നമ്മളിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ തലങ്ങളിൽ അപ്പം മ്ലേച്ഛതകൾ ഊറിക്കൂടാൻ തുടങ്ങും. ദെൻ വാട്ട് ഈസ് ആ വിഷൻ, യേശുവിൻ്റെ വിഷൻ. വാട്ട് ഈസ് ദാറ്റ് വിഷൻ? ദാറ്റ് വിഷൻ ഈസ് ദാറ്റ് ദേ മേ ഓൾ ബി വൺ. സോ ആ യൂണിറ്റിയിൽ നിന്ന് ഇനി നിങ്ങൾ അതിൻ്റെ പിന്നിലേക്ക് ചിന്തിക്കണം. എൻ്റെ വിചാരങ്ങൾ എന്താണ്? ദാറ്റ് ഗോസ് എഗൻസ്റ്റ് യൂണിറ്റി. എന്താണ് ആ ഒരു കാറ്റിനെ പ്രസവിക്കുക? ആ യൂണിറ്റി ഇല്ലായ്മ. എന്താണ് എൻ്റെ തീരുമാനം? യൂണിറ്റിയെ ഫോസ്റ്റർ ചെയ്യുക. എന്താണ് നിരാകരിക്കപ്പെട്ട സാധ്യതകൾ? ഒത്തിരി സാധ്യതകളുണ്ട്. ഞാനെന്ന വലിയ ആളെ ഇങ്ങനെ ചെയ്യാനായിട്ട്, എൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് അതങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ നിരാകരിക്കപ്പെട്ട സാധ്യതകളാണ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് അൾട്ടിമേറ്റ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ദാറ്റ് വാല്യൂ? അതൊക്കെ നിങ്ങൾ എങ്ങനെ അനലൈസ് വന്നാലും യു വിൽ റീച്ച് ടു ദിസ് യൂണിറ്റി. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്യാൻ യു തിങ്ക് അബൌട്ട് കുർബാന? അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്യാൻ യു തിങ്ക് അബൌട്ട് സിനഡൽ യൂണിറ്റി? എന്താ സിനഡൽ യൂണിറ്റി? സംവാദിക്കുന്നവർ, സംയോഗികളായിട്ട് അത് ഒരു വലിയ സമ്പത്തത്തെ ക്രിയേറ്റ് ചെയ്യുന്നവർ. അല്ലെങ്കിൽ സിനഡിൻ്റെ ഉള്ളിൽ വാദപ്രതിവാദം നടക്കുമോ? സിനഡിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിയോഗിയായിട്ട് കാണുമോ? അവർ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്നോ? സിനഡൽ സംവിധാനം അല്ലെങ്കിൽ സൂനകദോസ് പരിശുദ്ധ ത്രൈക്യത്തിൻ്റെ ആത്മാവിനെ ആവിഷ്കരിക്കുന്ന പ്രതീകങ്ങളാണ്. കളക്റ്റീവ്ലി വി ആർ എ ടീം എന്ന് പറയുന്ന, അത് ഒറ്റയാനല്ല, ഒരു ടീമാണ്. ടീം അതൊക്കെ മാറ്റപ്പെടാൻ പാടില്ലാത്തതെന്ന് പറയും. പക്ഷെ എന്താണ് മാറ്റപ്പെടാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ആർ വി ഏജൻസ് ഓഫ് യൂണിറ്റി? അതായിരുന്നു യേശു. അപ്പോൾ തൻ്റെ പീഡാസഹനത്താൽ അതിനെ വീണ്ടെടുത്ത അതിങ്ങനെ എടുത്തു വെച്ചു എന്നല്ല പറയണേ. എന്താണ് വീണ്ടെടുപ്പ്? ദാറ്റ് ഹി ബ്രോട്ട് ബാക്ക് ദാറ്റ് യൂണിറ്റി. സോ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഇനി പിതാവിൻ്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു ചെല്ലുക. വി സി അനദർ തലം പിതാവിൽ. അപ്പോൾ പിതാവിൽ ഈ യൂണിറ്റിയൊക്കെ വന്നതിന് ശേഷം വി സി ദർ ഈസ് എൻ അനദർ ക്രൈസിസ് ഇൻ പിതാവ്. പല കാര്യങ്ങളും അപ്പോൾ സഭ ഇങ്ങനെ വളരാൻ തുടങ്ങി, മലങ്കര സഭ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി, 4-5 സ്ഥലം മേടിച്ചു, പള്ളികൾ പൊന്താൻ തുടങ്ങി, പോപ്പി തിയേറ്റർ മേടിച്ച് കത്തീഡ്രലായി, ഇവിടെ ഒരു ആർച്ച് ഡയസിസായി, അപ്പുറത്തൊരു ഡയസിസ്, ഇതിങ്ങനെ പൊന്തി വരികയാണ്. പക്ഷേ അത് പൊന്തി വരുമ്പോൾ പല കാര്യങ്ങളും പിന്നീട് ലോകത്തിൻ്റേതുപോലെ ആകാൻ വേണമെങ്കിൽ, സോ പിതാവിൻ്റെ ചില എഴുത്തുകളിൽ, പിതാവിൻ്റെ ചില പ്രാർത്ഥനകളിൽ ആ സമയത്ത് പിതാവ് കടന്നുപോയ വേറൊരു സ്പിരിച്വൽ തലത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അത് അത്ര ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. പക്ഷെ അത് സ്പർശിച്ചാൽ മാത്രമേ പിതാവിൻ്റെ വിശുദ്ധിയുടെ തലത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഈ പുനരൈക്യത്തിന് ശേഷവും പിതാവിൻ്റെ ജീവിതമുണ്ടല്ലോ, പുനരൈക്യത്തിലേക്ക് എത്തിച്ചതും പിന്നീട് പുനരൈക്യ അനന്തര ജീവിതങ്ങൾ, അല്ലെങ്കിൽ പുനരൈക്യപ്പെട്ടവൻ്റെ ജീവിതം, പുനരൈക്യപ്പെട്ടതിന് ശേഷം ആ യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം ആ രക്ഷാകരമായി തിരുത്തലിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഓക്കെ, അപ്പൊ ഫോക്കസിങ് യുവാനിയൻ വേ രക്ഷാകരമായി തിരുത്തലിലേക്ക് എത്തുകയും രക്ഷാകരമായ തിരുത്തലിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരിക്കൽ യൂണിറ്റി റിസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഒരു വേറൊരു ഭാവം വന്നിട്ടുണ്ട്. അതെന്തായിരിക്കും? അത് എങ്ങനെയായിരിക്കും അത് അൺഫോൾഡ് ചെയ്യുന്നത്? ആ സെർച്ചില് പിതാവില് വേറൊരു 5ാമത്തെ സംഘർഷം കടന്നു കയറുന്നതും അതിൻ്റെ ഉത്തരമായിട്ട് പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവസമ്പാദനത്തിൻ്റെ വേറൊരു ഡെപ്തിലേക്ക് കയറുന്നതും, ആ ഡെപ്തിൽ നിന്ന് സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് സ്റ്റൈലായിട്ട് കാണും. വീണ്ടും ശുദ്ധീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പിതാവ് തന്നെ ആഴ്ത്തും.
അല്ലെങ്കിൽ നിമഞ്ജനം ചെയ്യും എന്നൊക്കെ പറയാം. ഇത് ഞാൻ പറയുന്ന പോലെ വൺ ആഫ്റ്റർ അനദർ അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഹിം. പരിശുദ്ധാത്മന പ്രചോദനായിട്ട് he was responding like that and God was changing him or building him. So what is that conflict? ആ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മില് അല്ലെങ്കിൽ പിതാവില് ഒരു ആഗ്രഹമുണ്ട്, ദൈവികമായ ഒരു ആഗ്രഹം. ലെറ്റ് സേ ഗോഡ്ലി ഗോൾ. നല്ല കാര്യമാണ് അത്. പക്ഷെ ഈ നല്ല കാര്യം ചെയ്യാനാണോ ദൈവം നമ്മൾ വിളിച്ചിരിക്കണേ? സോ ദർ ഇസ് എ ക്രൈസിസ് കമ്മിങ്. ഇത് ചെയ്യാനാണോ എന്നെ വിളിച്ചിരിക്കണേ? എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? എൻ്റെ ഇഷ്ടമാണോ? അപ്പൊ ദൈവത്തിന്റെ തിരുമനസ്സിനെ ഞാൻ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവസമ്പാദനം ശ്രേഷ്ഠം എന്ന് ഞാൻ പറയുമ്പോൾ, എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? സോ ദർ ഇസ് എ ക്രൈസിസ്. അതൊരു മത്സരമായിട്ട് വരാൻ തുടങ്ങും. എൻ്റെ ദൈവികമായ ആഗ്രഹങ്ങളും ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി. ഓക്കെ, എ ഗോഡ്ലി ഗോൾ ആൻഡ് ഗോഡ്സ് ഗോൾ ഇൻ മൈ ലൈഫ്. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ദേഷ്യം വരുന്നുണ്ടെന്ന് നോക്കണം. പിതാവ് ഇത്തിരി ദേഷ്യമുള്ള ആളായിരുന്നു എന്ന് ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നും. പിന്നെ ഇത്തിരി സ്റ്റബേൺനെസ്സും ഒരു പക്ഷേ ഇത്തിരി കാർക്കശം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് അദ്ദേഹം ഒരു പക്ഷേ സർമൗണ്ട് ചെയ്യണേ. ഡിഡ് ഹി പുഷ് സർട്ടൻ തിങ്സ് ഹാർഷ്ലി എന്നുള്ള ഒരു ചോദ്യം. പുനരൈക്യവും പുനരൈക്യ അനന്തര ഭാവങ്ങളും പിതാവിൻ്റെ ഒരു വാശിപ്പുറത്ത് നടന്നായിരുന്നു. വി ഷുഡ് മേക്ക് എൻ എൻക്വയറി ഓഫ് ദാറ്റ് സോർട്ട് ഓൾസോ. വാസ് ഇറ്റ് ഹിസ് ഓൺ കമ്പൽഷൻ ദാറ്റ് ഹി വാണ്ട് ടു ടേക്ക് ദാറ്റ് തിങ് ദി അതർ എൻഡ്? അത് ദൈവത്തിന് പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാവ് റിയലൈസ് ചെയ്യണ ദിസ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്സ് മീ ടു ബി, ഓർ ഇസ് ഇറ്റ് സംതിങ് കംസ് ഔട്ട് ഓഫ് ഹിം? സോ അങ്ങനെയുള്ള സെർച്ചിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ഭാവങ്ങളിൽ നിന്ന് വി സി അനദർ ഏരിയ ഓഫ് പ്യൂരിഫിക്കേഷൻ കംസ്. ആൻഡ് പിതാവിൻ്റെ എഴുത്തുകളും പിതാവിൻ്റെ ഇത് നമുക്ക് വേറൊരു തരത്തിൽ വായിക്കാൻ പറ്റും. ഹൗ ഈ അണ്ടർവെന്റ് അനദർ സ്പിരിച്വൽ അഗണി. അത് നമ്മളെല്ലാവരും കടന്നു പോകുന്നതാണ്. അത് ഇവാനിയൻ വഴിയിലേക്ക് കടക്കുന്ന എല്ലാവരും ആ ഒരു പോയിന്റിൽ അതും ചിന്തിച്ചിരിക്കണം. ആ ഒരു കുടുംബജീവിതത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നൊക്കെ ചിന്തിച്ചിരിക്കണം. ഇതിനു വേണ്ടിയാണോ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്? എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? അത് നമ്മൾ ചോദിക്കണം ഇടയ്ക്ക്. സോ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ലൈനോ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാരിഷിൽ ഞാൻ പാരിഷ് പ്രീസ്റ്റ് ആയിട്ട് ഞാൻ പാരിഷിൽ ചെല്ലുന്നു. ഞാൻ പാരിഷിൽ 8 മണിക്ക് കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ പള്ളിയിൽ ആരുമില്ല. അപ്പോൾ പള്ളിയിൽ ആരും കുർബാനയ്ക്ക് കാണാണ്ടാവുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ആകെ ചൊറിഞ്ഞു കയറാൻ തുടങ്ങും. ഇപ്പം ഞാൻ പിറ്റേ ദിവസം പാരിഷ് കൗൺസിലിനെയൊക്കെ വിളിച്ചിട്ട് പറയും, അതെന്താ ആരും കുർബാനയ്ക്ക് വരാതെ? വാട്ട്സ് ഹാപ്പനിങ്? So let us decide now when you wanted to mass. അപ്പോൾ അവർ പറയും, ഇല്ല അച്ഛാ 8 മണിക്ക് തന്നെ നമുക്ക് ഖുർആൻ ചെല്ലാം, ടൈം മാറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾ എല്ലാവരും അടുത്ത ഞായറാഴ്ച 8 മണിക്ക് തന്നെ ഖുർആനിക്ക് വരാം. പക്ഷെ ഞാൻ 8 മണിക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും ഇല്ല പള്ളിയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ 8 മണിക്ക് ഖുർആൻ ചെല്ലും. ഞാൻ 8 മണിക്ക് ഖുർആൻ ചൊല്ലി 8:30 ഖുർആൻ കഴിയും. അപ്പോൾ ഖുർആൻ കഴിയാറാകുമ്പോൾ ചില ആൾക്കാർ വരാൻ തുടങ്ങുമ്പോൾ ഖുർആൻ കഴിഞ്ഞിരിക്കുന്നു, ഫൈനൽ ബ്ലെസ്സിങ് കഴിഞ്ഞ് ഞാൻ പോവാണ്. അപ്പോൾ ആൾക്കാർ പറയും, അതെന്താ യു ആർ ഗോയിങ് സോ ഫാസ്റ്റ്, പെണ്ണും കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞ് എൻ്റെ പക്കട്ട് കയറാൻ വരും. അപ്പം ഞാൻ പറയും, ഡിഡ് ഐ സംതിങ് റോങ്? നിങ്ങൾ പാരിഷ് കൗൺസിൽ എടുത്ത തീരുമാനമാണ് 8 മണിക്ക് കുർബാന, ഞായറാഴ്ച കുർബാന 8 മണിക്കാണെന്ന് നിങ്ങളെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ച് ഞാൻ 8 മണിക്ക് കുർബാന ചൊല്ലി. വാട്ട്സ് യുവർ പ്രോബ്ലം? നിങ്ങൾ എടുത്ത തീരുമാനത്തെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തോണം എൻ്റെ തെറ്റ്. ബുൾഡോസർ പോലെ അങ്ങോട്ട് കയറി ചെല്ലും. എന്നാൽ നിങ്ങൾ പറഞ്ഞു നാളെ 10 മണിക്ക് ഖുർആൻ വേണമെന്ന്. ഞാൻ 10 മണിക്ക് ഖുർആനല്ല, 8 മണിക്ക് ഖുർആൻ വേണമെന്ന് പറയുകയും നിങ്ങൾ 9 മണിക്ക് കയറി വരികയും ഞാനപ്പോൾ ആ തീരുമാനത്തെ ഞാൻ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് 9 മണിക്ക് ഞാൻ ഖുർആൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുന്നോ? വാട്ട് മേക്ക് യു ഹാപ്പി? ദാറ്റ് ഐ ബിക്കം ട്രൂത്ത്ഫുൾ? നമ്മൾ 1-2 പേർ ഇവിടെ ഒന്നിച്ച് ബന്ധിക്കുമ്പോൾ അത് സ്വർഗത്തിൽ ബന്ധിക്കപ്പെടുമെന്നും ഇവിടെ അഴിക്കുമ്പോൾ അവിടെ അഴിക്കുന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് എടുത്ത തീരുമാനമല്ലേ? അവരൊന്നും പറയാതെ തിരിച്ചു പോകും. ബിക്കോസ് ഐ എം എ പ്രീസ്റ്റ്,
and the people sometimes still subservient to them. പക്ഷെ പിന്നീട് എനിക്ക് ഒരു കാര്യം മനസ്സിലാവാൻ തുടങ്ങി. ഞാൻ 8 മണിക്ക് ഖുർആൻ ചെല്ലാൻ വേണ്ടിയിട്ടാണോ അച്ഛനായ? ആൾക്കാർ വന്നാലും വന്നില്ലെങ്കിലും ഖുർആൻ ചെല്ലാൻ വേണ്ടിയിട്ടാണോ ഞാൻ അച്ഛനായ? ഈ പാരീഷിനെ മൊത്തം നവീകരിച്ച് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണോ ഞാൻ അച്ഛനായ? അപ്പൊ എനിക്ക് എൻ്റെ വയറിൽ ബട്ടർഫ്ലൈകൾ വരാൻ തുടങ്ങുമ്പോഴും എനിക്ക് ദേഷ്യം കയറാൻ തുടങ്ങുമ്പോഴും പിതാവിനെ പഠിച്ചതിന് ശേഷം ഐ യൂസ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ: എന്നെ എന്തിനാ അച്ഛനാക്കിയ ദൈവം? ഖുർആനല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ ഉടുപ്പ് ഇട്ട് ദൈവത്തിന്റെ പിന്നാലെ പോയത്? ഐ യൂസ് ടു ബിഗാൻ ടു തിങ്ക് ലൈക്ക് ദാറ്റ്. തല്ലുകൂടാനാ? ഈ ആളുകളെ മുഴുവനും ഇങ്ങനെ സോഷ്യൽ വർക്ക് നടത്തി പുണ്യാളന്മാരാക്കാനാ? അല്ലെങ്കിൽ അവർക്ക് വലിയ ഫൈനാൻഷ്യൽ സ്റ്റെബിലൈസ് കൊണ്ടുവരാനാ? ഈസ് ദാറ്റ് വാട്ട് ഗോഡ് വാണ്ട്സ് ഫ്രം മീ? ഗോഡ് വാണ്ട്സ് മീ ടു ബി ദാറ്റ് പേഴ്സൺ ഹി വാണ്ട്സ് മീ ടു ബി. ഞാൻ ആരാകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത് അതാവാനാ എന്നെ വിളിച്ചിരിക്കണേ. അല്ലാതെ എനിക്ക് എല്ലാവരും 10 മണിക്ക് ഖുർആനിക്ക് വരണമെന്നും പറഞ്ഞ് അവർ വന്നില്ലെങ്കിൽ എൻ്റെ വയറിൽ ബട്ടർഫ്ലൈ വരലും എനിക്ക് ആകെ സ്റ്റൊമക്ക് അപ്സെറ്റ് വരലും ദേഷ്യം വരലും അതിനു വേണ്ടിയാണോ എന്നെ വിളിച്ചിരിക്കുന്നത്? എന്നെ വിളിച്ചിരിക്കുന്നത് ടു ബിക്കം ദാറ്റ് പേഴ്സൺ ഗോഡ് വാണ്ട്സ് ടു മീ. അത് ആരാവാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള തെളിവ് എനിക്ക് വരണ്ടേ? അപ്പൊ ഞാനിപ്പോ എഴുതുന്ന വിചാരിക്കുക, ഗോഡ് വാണ്ട്സ് മീ ടു ബി എ പേഷ്യന്റ്, ലവിങ്. ഞാൻ ആരാ എന്നെ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യണേ? അവർ 10 മണിക്ക് ഖുർആനിക്ക് വന്നോട്ടെ, 8 മണിക്ക് ഖുർആനിക്ക് വന്നോട്ടെ. ഐ ക്യാൻ ബി ദാറ്റ് പേഴ്സൺ ഗോഡ് വാണ്ട്സ് മീ ടു ബീന. എനിക്ക് അവർ വന്നാലും വന്നില്ലെങ്കിലും ഐ ക്യാൻ ബി ദാറ്റ് പേഷ്യന്റിന. I can be that loving person. I can be that generous person. Who stops me from that? അപ്പൊ ഞാൻ ഒരു കാര്യം പിതാവിൽ കാണാൻ തുടങ്ങി. പിതാവിൻ്റെ ആ ഒരു സ്ട്രിക്ട്നെസ്സിന്റെ താഴെ, പിതാവ് ചില കാര്യങ്ങൾ ബഡ്ജ് ചെയ്യാത്തതിന്റെ താഴെ, പിതാവ് began to see, I am not here to please anybody. ഞാൻ എൻ്റെ ദൈവം എന്നോട് എന്താണോ പറഞ്ഞിരിക്കണേ അവന്റെ മുമ്പിൽ ഞാൻ ആരാകാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അത് ഞാനാകും. തമ്പുരാൻ അടിയാനെ സ്നേഹിച്ചതുപോലെ തിരിച്ച് തമ്പുരാനെ സ്നേഹിക്കാൻ അടിയന് തരപ്പെടുത്തി തരണമേ എന്ന് പറയുന്ന ഒരു മനോഭാവം. അതില് എന്ത് അക്കംപ്ലിഷ് ചെയ്തു എന്നല്ല പിന്നീട് പിതാവ് നോക്കുന്നത്, ഞാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ച വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ആൾക്കാർ ചോദിക്കുകയാണ്, ഒരു 4 ലക്ഷം ആൾക്കാരെയും കൊണ്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് മലങ്കര സഭയുടെ ഭാവം മൊത്തം മാറിപ്പോയേനെ, അവരും പവർഫുൾ ആയേനെ. ഇത് കുറച്ച് ആൾക്കാരെയും കൊണ്ട് വന്ന് ഇത് ആകെ ഒരു മെസ്സാക്കി എന്ന് പറഞ്ഞ് he was not doing that. He was not doing that ഓർത്തഡോക്സിലെ എല്ലാവരും വരും രക്ഷാകര തിരുത്തിൽ നടത്തുന്നൊക്കെ ഒരു പക്ഷേ he never even intended that. ഈ intended that ദൈവം എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. ദൈവം എന്നിൽ നിന്ന് എന്താണോ കാക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഞാൻ ആരാകാനാണോ ആഗ്രഹിക്കുന്നത് അത് ഞാനാകും. അല്ലാതെ എല്ലാവർക്കും one moment he simply transforms and he can withstand any pressure then. Some people simply crumble now. So ഒരു ലീഡർ ആകുമ്പോ ഭയങ്കര ഡിമാൻഡുകൾ വരുമ്പോ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു ആധ്യാത്മിക സംഘർഷമാണ് അത്. എനിക്ക് ഇത് ബെസ്റ്റ് ആവണം. അല്ലെങ്കിൽ ഒരു അമ്മ പറയണേ ഷീ വാണ്ട് ടു ബി ദ ബെസ്റ്റ് അമ്മ. പക്ഷെ ബെസ്റ്റ് അമ്മ എന്ന് ആര് പറയും? മക്കള് പറയണ്ടേ? മക്കള് ഡിസൈഡ് ചെയ്തേക്ക, ഞാൻ പറയില്ല എന്ന്. ദ ബെസ്റ്റ് സന്യാസി ആവണം എനിക്കെന്ന് പറയുമ്പോ ബെസ്റ്റ് സന്യാസി എന്ന് ആര് പറയും? ദയറയിലെ മറ്റച്ഛന്മാര് പറയണ്ടേ? അവര് ഡിസൈഡ് ചെയ്തേക്ക, ദേ വിൽ നോട്ട് സേ. അവര് ഡിസൈഡ് ചെയ്തേക്കാണ് യു ആർ നോട്ട് ദ ബെസ്റ്റ് വൺ. അപ്പൊ എന്തുണ്ടാവും? കർത്താവേ, എന്റെ ജീവിതം മുഴുവൻ ഞാൻ കൊടുത്തൂലോ ഇവർക്ക്, എന്നിട്ട് ഇപ്പൊ ഇവര് പറയുന്നത് കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കോ? പിതാവ് underwent that kind of spiritual crisis also. Many did not tell him that he is the best. Even ആ ഒരു വർഷം സെക്കൻഡ് ഇയറിലൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള മറ്റ് സഭയിലെ ബിഷപ്പുമാരും ജനങ്ങളും ഒക്കെ there was a tremendous opposition begin to emerge. The existence that he was creating, അദ്ദേഹത്തിന്റെ വളർച്ചകൾ, അതൊക്കെ മറ്റു പലരിലും പലതരം പ്രതികരണങ്ങൾ ഉണ്ടാക്കി.
So many began to adversely oppose him. പക്ഷെ അവരെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനും അവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാനും അതല്ലെങ്കിൽ തൻ്റെ ക്ലവർ തിങ്കിങ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും he did not do those things. Then we begin to see him, he just surrendered himself and said, I wanted to be that person God wants me to be. ഇത് അദ്ദേഹം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തലാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ദൈവത്തെ സമ്പാദിക്കുന്നതാണെന്ന് പറയും. അപ്പൊ അത് മനസ്സിലാക്കണേ. ഈ ദേഷ്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്പം കൂടിയേ. ഡു യു ഗെറ്റ് ആംഗ്രി എന്ന് ചിന്തിക്കുക. ആ ലീഡർഷിപ്പിന്റെ ആങ്കർ വരില്ലേ? ഒരു കാര്യത്തിന് ദേഷ്യം വരുന്നു. അപ്പന്മാർക്ക്, അമ്മമാർക്ക്, ലീഡർമാർക്ക്, പാരിഷ് പ്രീസ്റ്റിനൊക്കെ ദേഷ്യം. ഈ ബ്ലഡ് പ്രഷറിന് മെഡിസിൻ കഴിക്കുന്ന അച്ഛന്മാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷമമാണ്. എന്ന് പറഞ്ഞാൽ അച്ഛന്മാരാരും ബ്ലഡ് പ്രഷറിന് മെഡിസിൻ കഴിക്കാൻ പാടില്ല. അതാണ് കാരണം. they should not be a calm people. They supposed to be. കാരണം അവരെല്ലാം വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ പിൻചെല്ലാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചിരിക്കുന്നത് ടു ബി ദാറ്റ് പേഴ്സൺ ഗോഡ് വാണ്ട്സ് യു ടു ബി. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കൂട്ടുകാരന്മാരുടെ കൂടെ ഒരു പ്രോഗ്രാം നടക്കണം, വീട്ടിലെ ഒരു പ്രോഗ്രാം നടക്കണം, അവർക്ക് ഐസ്ക്രീം കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെറുക്കനോട് പറയും, എടാ നിനക്ക് മോട്ടോർ സൈക്കിൾ ഇല്ലടാ, പോയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ ഐസ്ക്രീം മേടിക്കാൻ പോകും. ഐസ്ക്രീം മേടിച്ചിട്ട് അവൻ വരണ വഴിക്ക് വലിയൊരു ട്രാഫിക് ജാമിൽ പെടും. അപ്പൊ അവന്റെ മോട്ടോർ സൈക്കിളിന്റെ ഡിക്കിയിൽ ഐസ്ക്രീം ഉരുകിക്കൊണ്ടിരിക്കുക. ട്രാഫിക് ജാം അങ്ങനെ കെടുകയാണ്. ആ വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരന് ദേഷ്യം വരാൻ തുടങ്ങും. അവന് ആകെ കിട്ടുന്ന വെപ്രാളം പിടിക്കും. അവ മുന്നിൽ നിൽക്കണ വണ്ടിക്കാരെ തെറി വരയാൻ തുടങ്ങും. ഇതികൂടെ പോവാൻ നോക്കും. എന്തിനാ ആ മകന് എത്ര ദേഷ്യം വരണേ? ആ മകന്റെ ഒരു നല്ല ആഗ്രഹത്തെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക മറ്റുള്ളവര്. പക്ഷെ അവരുടെ മുകളിലൊന്നും ഈ കക്ഷിക്ക് കൺട്രോളില്ല. പക്ഷെ ആ വണ്ടിയിലിരുന്ന്, മോട്ടോർ സൈക്കിളിൽ ഇരുന്ന് അവന് കലി കയറാൻ തുടങ്ങും. He'll get so angry and so on because he wanted to fulfill something good. പക്ഷേ ഐസ്ക്രീം കൊണ്ടുവന്ന് 12:30 അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മോനെ വിളിച്ചിരിക്കണേ. ആ ഐസ്ക്രീം 10 മണിക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനാണോ ദൈവം അവനെ വിളിച്ചിരിക്കണേ? ദൈവം അവനെ വിളിച്ചിരിക്കുന്നത് ഏത് ഗിവൺ സിറ്റുവേഷനിലും ദൈവം ആരാവാനാണോ ആഗ്രഹിക്കുന്നത് അതാവാനാ വിളിച്ചിരിക്കണേ. എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അറിയാണ്, ദൈവം എന്നെ ഒരു ശാന്തനും കറേജിയസ് ഉള്ളവനും പെരുമാറാൻ അറിയുന്നവനും ഉള്ള ഒരു സ്ഥിരതയുള്ള മകനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോട്ടോർ സൈക്കിളിൽ കാമായിട്ടിരിക്കാൻ അവൻ ആരാ എതിർക്കണേ? ആ മോട്ടോർ സൈക്കിളിൽ ആ ട്രാഫിക് ജാം മുഴുവൻ മാറുന്നത് വരെ സമാധാനമായിട്ട് അവിടെ വളരെ കൂളായിട്ടിരിക്കാൻ ആരാ അവനെ സ്റ്റോപ്പ് ചെയ്യണേ? ഇറ്റ് ഈസ് സ്റ്റോപ്ഡ് ബൈ ഹിംസെൽഫ്. ഈ ലീഡർഷിപ്പിലേക്ക് പിതാവ് കടന്നു വരുമ്പോൾ ഈ ഒരു ആധ്യാത്മിക സംഘർഷം വരുന്നുണ്ട്. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരും. വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ പൈസ ഉണ്ടാക്കാനുള്ളത്, ഇതിനൊക്കെ വേണ്ടിയാണോ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കണേ? അതിനല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്റ്റൊമക്കേക്ക് തുടങ്ങുമ്പോൾ, ടെൻഷനുകൾ കയറി വരുമ്പോൾ, ഒന്നിനെയും ഒന്നിപ്പിക്കാൻ പറ്റാണ്ടായിട്ട് വരുമ്പോൾ യു ഷുഡ് ആസ്ക്, എന്താ നിങ്ങൾ ചെയ്യണേ? നിങ്ങളുടെ ആഗ്രഹങ്ങളെയാണോ അല്ലെങ്കിൽ ദൈവം ആരാകാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? അതറിയണം. ഇപ്പോൾ ഒരു കോൺഗ്രിഗേഷന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരാളെന്ന് പറയാം. അപ്പൊ ആ കോൺഗ്രിഗേഷനിൽ ഉള്ള ആൾക്ക് വേറെ തരത്തിൽ ചിന്തിച്ചുകൂടെ? ഡെഫിനറ്റ്ലി ചിന്തിക്കാം. ഒരു ജീവിത രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം ആരാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന തീവ്രമായ ആഴത്തിലുള്ള ബോധ്യങ്ങൾ വന്നപ്പോഴാണ് പല സിസ്റ്റേഴ്സും അച്ഛന്മാരും അവരുടെ കോൺഗ്രിഗേഷനെ വിട്ട് പുറത്തു വന്ന് പുതിയ കോൺഗ്രിഗേഷനുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം മദർ തെരേസ ലൊറേറ്റ കോൺഗ്രിഗേഷനിലെ ഒരു സിമ്പിൾ സിസ്റ്റർ ആയിരുന്നു. പക്ഷേ ഒരു ലൊറേറ്റ സിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചിരിക്കുന്നത്? ഇവിടെ എങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? ഇല്ല. സിസ്റ്റർ പറഞ്ഞോ, എനിക്ക് ഐ വാണ്ട് ടു ബിക്കം ദാറ്റ് പേഴ്സൺ ഗോഡ് കോൾസ് മീ. ദൈവം ഞാൻ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആകും
എന്ന് പറയുമ്പോഴാണ് ലോററ്റെ കോൺഗ്രിഗേഷൻ വിട്ടു വന്നിട്ട് മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കോൺഗ്രിഗേഷൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേ ഓഫ് തിങ്കിങ്ങിലായിരിക്കുമ്പോൾ, അതിൻ്റെ വ്യത്യസ്തമായ ചിന്താധാരകളും ഭാവങ്ങളും ഒക്കെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരാം. പക്ഷെ അത് ദൈവികമാണ് എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അത് തിരിച്ചറിയണമെങ്കിൽ വ്യക്തി ദൈവം ആരാകാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെയാകും. അപ്പോൾ ദൈവം ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ദൈവം ദൈവിക ഭാവങ്ങളോട് ചേർന്ന് ചിന്തിക്കുന്നവനും തൻ്റെ ശിഷ്യനും കൂട്ടായ്മയെ പോഷിപ്പിക്കുന്ന, തൻ്റെ പീഡാസഹനത്താൽ അതിനെ വീണ്ടെടുക്കുന്ന വ്യക്തികളാകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല. പക്ഷേ ഒരു കാരിസ്യത്തിൻ്റെ ഉള്ളിൽ വേറൊരു കാരിസ്യം വേണമെങ്കിൽ വരാം. അത് വിൻസെൻ്റ് പോളിൽ വന്ന പോലെ, അല്ലെങ്കിൽ ഫ്രാൻസിസ് അസീസിയിൽ വന്ന പോലെ, നൂറ് കണക്കിന് ഈ ഡയസിഷൻ അച്ഛന്മാർ തൻ്റെ ജീവിതത്തിൽ ഇത് ഇവിടെ കുർബാനയും ചൊല്ലി ഈ പള്ളിയിൽ മാത്രം ഇരിക്കാനാണോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന തോട്ട് കയറി വരികയും, നോ ദൈവം ആരാകാനാണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആകും എന്ന് പറഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ഈ കണ്ട കോൺഗ്രിഗേഷനുകളൊക്കെ പൊന്തുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കോൺഗ്രിഗേഷൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്ററിനോ ഒരു അച്ഛനോ വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റും. പക്ഷേ ആ ചിന്തയിലൂടെ സഭ വളരുകയും ആ ചിന്തയിലൂടെ അതിന് ചുറ്റി നിൽക്കുന്ന ഒത്തിരി ജനതയ്ക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തിനും ദൈവ സമ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക അനുഭവത്തിൻ്റെ ഒരു വലിയ ചാനൽ തുറക്കുകയും വേണം. അല്ലാതെ ചാനൽ ചർച്ചകൾ മാത്രമല്ല, ഒരു വലിയ ആധ്യാത്മിക സ്രോതസ് തുറന്നു വരികയും ചെയ്യുന്നു പറയും. സോ മെനി പീപ്പിൾ ഡു ദാറ്റ്. പലരും കോൺഗ്രിഗേഷൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. അത് നമ്മുടെ പിതാവിലും നമുക്ക് കാണാൻ കഴിയും. ഓർത്തഡോക്സ് സിസ്റ്റത്തിൽ വളർന്നതാണ്, ഓർത്തഡോക്സ് സിസ്റ്റത്തിൽ ഒരു ബിഷപ്പ് ആയതാണ്. പക്ഷെ ആ സിസ്റ്റത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ജനങ്ങൾക്ക് തോന്നി ഈസ് ഡൂയിങ് ഗുഡ്. പക്ഷെ അതിൽ നിന്ന് വ്യതിക്രമിക്കപ്പെടുമ്പോൾ, അതിൽ നിന്ന് മാറി മാറി വരാൻ തുടങ്ങുമ്പോൾ പിതാവിനെ കുലംകുത്തിയായിട്ട് കാണുക, അല്ലെങ്കിൽ പിതാവ് തെറ്റാണ് ചെയ്യുന്നതെന്ന് മുദ്ര കുത്തേണ്ട കാര്യമില്ല. മറിച്ച് പിതാവ് ഒരു നീഡ് ബേസ്ഡ് തിങ്കിങ്ങിൻ്റെ അപ്പുറത്ത് ദൈവവുമായിട്ട് താദാത്മ്യപ്പെട്ട് ദൈവം ആരാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അത് ഞാനാകും. ഐ വിൽ ബിക്കം ദാറ്റ് പേഴ്സൺ ഗോഡ് വാണ്ട്സ് യു ടു ബി. അപ്പോഴാ പിതാവ് ബദനി ആശ്രമങ്ങളെ സ്ഥാപിക്കുന്നതും കത്തോലിക്ക പള്ളികളെ സ്ഥാപിക്കുന്നതും പിന്നീട് ആ വിളിയിൽ ദൈവവുമായിട്ടുള്ള താദാത്മ്യപ്പെടലിൽ പുനരൈക്യത്തിൻ്റെ വലിയ ഒരു സ്രോതസ്സിനെ തുറന്നുകൊണ്ട് ഒരു ഫൗണ്ടിങ് ഫാദർ പോലെ അദ്ദേഹം പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിനോട് കൂടെ നിന്നിരുന്ന ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല? Perhaps they never thought so. അവര് ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ they feel happy. പക്ഷേ അതിനപ്പുറം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പിതാവ് ചോദിക്കാൻ തുടങ്ങി. ഞാൻ മലയുടെ മുകളിൽ വെറുതെ ഇരിക്കാനാണോ വന്നിരിക്കുന്നത്? ഞാൻ അതിനാണോ സന്യാസിയായിരിക്കുന്നത്? ഈ മുണ്ടമലയിലെ 400 ഏക്കറിൻ്റെ ഉള്ളിൽ റബ്ബറും വെച്ച് കെട്ടി അതും കട്ട് ചെയ്തിട്ട് റബ്ബർ ഉൽപ്പന്നക്കാരനാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ പർണശാലകളിൽ അനാഥ പിള്ളേരെ മാത്രം വെച്ച് അതിനാണോ ഞാൻ? അതിനൊക്കെ തന്നെ ആയിരിക്കാം. അത് പിതാവ് അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ താഴെ വേറൊരു സെർച്ച് നടക്കുന്നുണ്ട്. ആ സെർച്ചിൽ പിതാവ് ബിഗിൻ ടു സേ, എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ ദൈവികമായ ഭാവങ്ങളിൽ എനിക്കൊരു ദയറ തുടങ്ങണം, എനിക്കൊരു മിഷണറി സമൂഹം വേണം, ഈ കത്തോലിക്ക പള്ളികൾ പോലെയുള്ളത് വേണം, അല്ലെങ്കിൽ കുദാശകളൊക്കെ അവരറിയണം. ഇറ്റ് ഈസ് ഓൾ ദെയർ. പക്ഷെ അതിൻ്റെയും അപ്പുറത്ത് ഒരു വിളിയും അതിൻ്റെയും അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പ്രേരണയ്ക്ക് ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്.
അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് പിതാവിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നീട് പിതാവ് പറയുന്ന വേദന. ഓർത്തഡോക്സ് സഭയിൽ ഞാനായിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാവരും എന്നെ ഒത്തിരി ആദരവോടുകൂടെ പ്രശംസിച്ചിരുന്നു. ഇപ്പം അതേ വായിൽ നിന്ന് അവരെ എനിക്കെതിരെ തെറി പറയുന്നു, കുലംകുത്തി എന്ന് വിളിക്കുന്നു. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കവലകളിലൊക്കെ നിന്ന് അവരെന്നെ വഴക്ക് പറയുന്നു. ബട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺസ് അഗണി? എ പേഴ്സൺ ഗ്രിപ്ഡ് ബൈ ഗോഡ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഒരുപക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം പിടിച്ചതുകൊണ്ടാണ് ഈ ലോകമൊക്കെ ഇന്ന് നിലനിന്നു പോകുന്നത്. അവരുടെ ഉള്ളിൽ വരുന്ന ഭാവങ്ങളിൽ ഞാൻ എൻ്റെ ചില നല്ല കാര്യങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, മറിച്ച് ദൈവം ഞാൻ ആകാനാണ് ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ആകണം എന്ന് പറയുന്ന ആ എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് ഈ വ്യക്തികൾ ഒരു പരിണാമ ഭാവത്തിൽ കടന്നു വരുന്നത്. They are not simply a revolving, but an evolution takes place. No? ചിലർ പറയും കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനൊക്കെ ഉണ്ടായെന്ന് പറയും. അപ്പോൾ ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് ഇറ്റ് സ്പിൻസ് ഔട്ട് എന്ന് പറയും. അപ്പോൾ അത് എവോൾവ് ചെയ്തു, വിവർത്തനവാദം എന്ന് പറയും. ആവർത്തനം, ഇറ്റ് ജസ്റ്റ് ഇത്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു വിവർത്തനം നടക്കും, പും തെന്നി മാറിപ്പോവും. അത് ദൈവികമായ ഭാവങ്ങളിൽ നിറയുന്ന വ്യക്തികളിലാണ് ഇത് വരുന്നത്. എല്ലാ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടർമാരിൽ നമ്മൾ ഇത് കാണാൻ കഴിയും. അപ്പം ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ കോൺഗ്രിഗേഷനിൽ ഒരു സിസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു അച്ഛനോ ഒക്കെ ശ്വാസം മുട്ടലൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വി എഗ്രി ഓൺ ദാറ്റ്. ഇറ്റ്സ് പോസിബിൾ. ഒരു കാരിസ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് അവിടെ ശ്വാസം മുട്ടലുകൾ അനുഭവിക്കാം. അങ്ങനെ അനുഭവിക്കുന്ന വ്യക്തി അപ്പോൾ ആ സഭയിൽ നിന്നോ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്നോ തൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരു പുതിയ ചാനലുകളെ തുറക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒഴുകലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്രോതസ്സിൻ്റെ ആരംഭങ്ങളായിട്ട് മാറും. ദേ ആർ കോൾഡ് ഫൗണ്ടേഴ്സ്. അപ്പോൾ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആ ആയിരിക്കുന്ന സന്യാസ സഭയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങാം. ഇറ്റ്സ് പോസിബിൾ. ആ കാരിസ്യങ്ങൾ അവരായിട്ട് കടന്നു പോകാതെ അല്ലെങ്കിൽ അതായിട്ട് റെസൊനേറ്റ് ചെയ്യാൻ പറ്റാതെ, ബിക്കോസ് ഗോഡ് മേ ബി കോളിംഗ് ദം എ ഹയർ പ്രിൻസിപ്പിൾ. പക്ഷേ അത് ഹയർ പ്രിൻസിപ്പിൾ ആണോ എന്നുള്ള എളിമയോട് കൂടിയിട്ടുള്ള ഡിസേൺമെൻറ്റ് വേണം. ഗുരുക്കന്മാരോടുകൂടെ പ്രാർത്ഥനയിൽ അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ നമ്മളിൽ എളിമയുടെ ഭാവങ്ങൾ കടന്നു വരും. അത് നമ്മളെ വേറൊരു ആധ്യാത്മിക തലത്തിൽ കൊണ്ടെത്തിക്കും. സോ യു ഹാവ് ടു തിങ്ക് ലൈക്ക് കുടുംബത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ലോകത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇവളുടെ ഭർത്താവ് ആവാനായിട്ട്, അല്ലെങ്കിൽ ഇവൻ്റെ ഭാര്യ ആവാൻ വേണ്ടിയിട്ടാണോ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അപ്പനമ്മയാവാനായിട്ടാണോ വിളിച്ചിരിക്കുന്നത്? നോ. കുടുംബത്തിൽ യു ബി ദാറ്റ് പേഴ്സൺ ഗോഡ് വാണ്ട്സ് യു ടു ബി. ദൈവം നിന്നെ ഏത് തരത്തിലുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത്? യു ആസ്ക് ഗോഡ് വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ യു വാണ്ടഡ് ടു ബി. തല്ലുകൂടുന്ന, കുലം കൊത്തിക്കുന്ന, നശിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ലജ്ജ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനാണോ ദൈവം നിന്നെ വിളിച്ചിരിക്കണേ? അതല്ലെങ്കിൽ നിന്റെ പീഡാസഹനത്താൽ, നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വേദനയാൽ ഒരു സമൂഹത്തെ മുഴുവനും മാറ്റുന്ന, അവരിലേക്കൊക്കെ ആത്മാവിൻ്റെ അനർഗളമായ സ്രോതസ്സുകളെ അയച്ചു കൊടുക്കുന്ന ഒരു വലിയ ചാനലായിട്ട് മാറാൻ പറ്റുമോ? പിതാവ് പതുക്കെ പതുക്കെ അങ്ങനെ ഒരു ചാനലായിട്ട് മാറാൻ തുടങ്ങി. സോ പിതാവിനെ എതിർത്തവരും അല്ലെങ്കിൽ പിതാവ് തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതും ഒരു പ്രത്യേക ലെവൽ വരെ ദാറ്റ്സ് റൈറ്റ്. ഹി വാസ് ബിഗിൻ ടു തിങ്ക് ഡിഫറെൻ്റ്ലി. ഓർത്തഡോക്സ് സഭയിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായി ചിന്തിച്ചു. ഓർത്തഡോക്സ് സഭയിലെ ആളുകൾക്ക് തോന്നി ഞങ്ങളുടെ ഈ വലിയ പിതാവ് അല്ലെങ്കിൽ വലിയ ബദനിമത്രാൻ ഇപ്പം ഞങ്ങളുടെ എതിരെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ നവതരംഗങ്ങൾ വരുള്ളൂ. ആ മാറി ചിന്തിക്കുന്നതിലാണ് പരിണാമങ്ങൾ സംഭവിക്കുന്നത്. സോ you should realize that this great man was then animated by spirit. പിന്നീട് ഇപ്പൊ 90 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ അതിനെ കാണുമ്പോൾ അന്ന് അദ്ദേഹം കടന്നുപോയ സ്പിരിച്വൽ അഗണികളില് അദ്ദേഹം വാസ് നോട്ട് പെർസ്യൂവിങ് വാട്ട് ഹി വാണ്ടഡ്.
ആൾ സെറാംപൂറിലേക്ക് പോയത് അങ്ങനെ ഒരു പെർസ്യൂഷൻ ആയിരുന്നു. കാതോലിക്കേറ്റ് സിംഹാസനം സ്ഥാപിക്കണമെന്നത് അങ്ങനത്തെ ഒരു പെർസ്യൂറ്റ് ആയിരുന്നു. ബദനി സ്ഥാപിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെർസ്യൂ ആയിരുന്നു. പക്ഷേ പതുക്കെ 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 ഈ മനുഷ്യൻ്റെ മനസ്സിൽ ആത്മാവിനോട് കൂടെ ചേർന്ന് ഞാൻ പ്രവർത്തിക്കണം, ദൈവം ആരാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അത് ഞാൻ ആകണം എന്ന് പറയുമ്പോഴാണ് ആ മല വിട്ട് ഇറങ്ങി വരുന്നത്. വ്യത്യസ്തങ്ങളായ ചിന്തകൾ അദ്ദേഹത്തിലേക്ക് വരുന്നത്, ആത്മാവിൻ്റെ ശക്തിയാൽ പുതിയ വഴികളെ വെട്ടിത്തുറക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, there is a prophet. അവിടെ ഒരു ആരംഭകനുണ്ട്, അവിടെ ഒരു ഫൗണ്ടിങ് ഫാദർ ഉണ്ട്. അത് എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു അനുഗ്രഹങ്ങളൊന്നുമല്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികളിൽ ദൈവം വിളിക്കുന്നവരാണ്. ഓർത്തഡോക്സ് സഭ അത് മനസ്സിലാക്കണം. 90 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഇവാനിയോസ് പിതാവിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇവാനിയോസ് പിതാവിനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൂടി ചിന്തിക്കണം. അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഹാഡ് ഹിസ് ഓൺ അഗണീസ് എന്ന് മനസ്സിലാക്കണം. ആ വ്യക്തിയിലൂടെ കടന്നു വന്ന ദൈവചേതനകൾ ഫോൾസ് അല്ലായിരുന്നു നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ നമുക്ക് മാറ്റിക്കളയാനും, ദൈവം ഇന്നും മനുഷ്യനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ വിളിക്കുന്നു തൻ്റെ വഴികളിലൂടെ നടക്കാൻ, പുതിയ വഴികളെ തുറക്കാൻ അവൻ ഇന്നും പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ എന്നുള്ള വലിയ തിരിച്ചറിവ് പിതാവിൻ്റെ സ്പിരിച്വാലിറ്റിയിൽ നിന്നും പിതാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നിപ്പോൾ പലപ്പോഴും സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ പള്ളികളായിട്ട് തല്ലുകൂടുമ്പോൾ, അല്ലെങ്കിൽ സമൂഹങ്ങളൊക്കെ ആയിട്ട് തല്ലുകൂടുമ്പോൾ, ലെറ്റ് us be calm to them. കാരണം കുറെ കഴിയുമ്പോൾ അവരിലൂടെ പുതിയ കോൺഗ്രിഗേഷനുകൾ പൊന്തി വരുമോ, അല്ലെങ്കിൽ അവരിലൂടെ ഒരു വലിയ ആധ്യാത്മിക നവീകരണത്തിൻ്റെ പുതിയ പന്തകളോ വഴികളോ ഒക്കെ തുറന്നു വരുന്നുവോ, വി ജസ്റ്റ് ഡോണ്ട് നോ. പക്ഷെ ആ വ്യക്തികൾ മനസ്സിലാക്കണം, ഇതൊന്നും പെട്ടെന്ന് വരുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നുമല്ല. ദൈവസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലുകളിൽ, ദൈവസമ്പാദനത്തിന് വേണ്ടിയിട്ട് ത്രോണോസിൻ്റെ മുമ്പിൽ ഇരുന്ന് ചങ്ക് പൊട്ടിക്കരഞ്ഞ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വേദനകളെ എനിക്ക് മനസ്സിലാക്കി തരണമേ, എനിക്ക് ഉത്തരമരുളണമേ, എനിക്ക് ഉത്തരമരുളണമേ, എനിക്ക് ഉത്തരമരുളി എൻ്റെ ജനത്തിനോട് കരുണ കാണിക്കണമേ എന്നുള്ള ഒരു വലിയ പെയിനുണ്ട്. ആ പെയിനിൽ നിന്നാണ് പലരും ഫൗണ്ടിങ് ഫാദേഴ്സുകളായിരിക്കണേ, അല്ലെങ്കിൽ പല സെയിൻറ്റുകളുടെയൊക്കെ ജന്മങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന വ്യതിക്രമങ്ങളൊക്കെ. സോ എനിബഡി ക്യാൻ ഫീൽ ദാറ്റ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഗുണാത്മകമായ പരിവർത്തനങ്ങൾ, പക്ഷെ അത് ഈ ലോകത്തിൽ കൂടുതൽ സമാധാനവും ശാന്തിയും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനുള്ള പുതിയ മാർഗങ്ങളൊക്കെ തുറന്നു കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ എളിമപ്പെടണം. ത്രോണോസിൻ്റെ കൊമ്പിൽ പിടിച്ച് നമ്മൾ പറയണം, എന്നോട് കരുണയായിരിക്കണമേ, എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങനെ ത്രോണോസിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പിതാവിനൊരു ഉത്തരം കൊടുക്കും. ആ ഉത്തരം പിതാവിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും പിതാവിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വേറൊരു തലം തുറക്കുകയും ചെയ്യും. അത് നമ്മൾ അടുത്ത ധ്യാനത്തിൽ കേൾക്കാം. പിതാവ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്ത് പിതാവ് ഒരു പുതിയ രീതിയെയും പുതിയ ഭാവങ്ങളെയും സ്വാംശീകരിക്കാനും ദൈവവുമായിട്ട് താദാത്മ്യപ്പെടാനും തുടങ്ങും. It's an amazing thing. We'll wait. Thank you. Amen.